ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് പിസയാണ്. ഈസി ആയിട്ട് നമുക്ക് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു പിസ. അപ്പോൾ ഈ ഒരു സിമ്പിൾ പിസ പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനൊന്നും മറക്കല്ലേ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 6 പീസ് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 മുട്ട വേണ്ടുന്നവർക്ക് 4 എടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ തീർച്ചയായും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒറിഗാനോ ഇടുമ്പോൾ ഈ ഒരു പിസയുടെ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കണം. അപ്പം മുഴുവനായിട്ടും ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ആയ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ബ്രെഡും മുട്ടയും മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ മതി. ബ്രെഡ് അല്ലേ, പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. പിസ്സ സോസ് കയ്യിലുള്ളവർക്ക് അതിടാം, അല്ലാത്തവർക്ക് ടൊമാറ്റോ സോസ് ഇട്ട് അതിന് മുകളിൽ കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ഞാൻ സവാള, പിന്നെ 3 കളറിലുള്ള ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. പച്ച, ചുവപ്പ്, മഞ്ഞ. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിന് മുകളിൽ ചീസ് വെച്ച് കൊടുക്കണം. പിസക്കൊക്കെ ഏറ്റവും ബെറ്റർ മൊസറല്ല ചീസാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഏകദേശം 2-3 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റെഡി ആയി കിട്ടും. ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.